ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിലപ്പാ നമ്മൾ പെണ്ണുങ്ങൾക്ക് പുരയിലിരുന്നിട്ട് തന്നെ എന്താ പറയുന്ന വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ ഒരു മാസത്തിലൊരു 50,000 ഒക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റംസും കൂടിയാണ് ഇത്. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചെങ്കിൽ ഇത് പച്ചരിപ്പൊടിയാണ്. അപ്പോൾ 1 കിലോ പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. പച്ചരിപ്പൊടി നൈസായിട്ട് പൊടിച്ചെടുത്തത്. അപ്പോൾ അതെന്ന് വെച്ചെങ്കിൽ വറുത്തതൊന്നുമല്ല, പ്ലെയിൻ ആയിട്ടുള്ള പച്ചരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1/2 kg. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് എന്ന് വെച്ചെങ്കിൽ നമുക്കെല്ലാവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് തന്നെ എടുക്കാം. അങ്ങനെ ഞാൻ അതിനാവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത് വേണോ? അപ്പോൾ അതെന്ന് വെച്ചെങ്കിൽ ഒരു ഫുള്ള് തേങ്ങ ചിരകിയത് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയത് നമ്മൾ എത്ര എടുത്തെങ്കിലും അത് ടേസ്റ്റ് നല്ല എന്താ പറയുന്ന നല്ല ടേസ്റ്റ് വരുന്നു കുറേ ഇട്ടെങ്കിൽ. ഞാനിത് മിക്സിയിൽ പൊടിച്ചെടുത്ത തേങ്ങ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണുന്നത്. പിന്നെ ഇല്ലേപ്പാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു ചെറിയ ജീരകം ഇല്ലേ, അതും ആവശ്യമുണ്ടാവാ. എന്നിട്ട് ഞാനില്ല ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മളെ എന്താ പറയുന്ന പച്ചരിപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടായിട്ട് അതിലേക്ക് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് ചെറിയ ജീരകം. അപ്പോൾ നേരത്തെ പറഞ്ഞൊക്കെ അതല്ലേ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം. അപ്പോൾ ചെറിയ ജീരകം ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു തേങ്ങ ചിരകിയത് മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ബാക്കിക്കിട്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തിന്. ഒരു 3/4 തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഞാനിത് മിക്സിയിൽ പൊടിച്ചെടുത്തതായതുകൊണ്ട് ഇങ്ങനെ കാണുന്നത്. പിന്നെ എന്തെന്ന് വെച്ചെങ്കിൽ മുട്ട അത് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഇത്ര ഐറ്റംസ് ഇട്ടിട്ടില്ല, അതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം കൂട്ടിയിട്ടായിട്ട് അതിലേക്ക് കുഴച്ചെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ കുഴച്ചെടുക്കണോ. വെള്ളം പോണ്ടാ, ഒന്നാകെ ഒഴിച്ച് കൊടുത്തുകൂടാ. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടായിട്ട് നല്ല പോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പത്തിരിക്ക് എല്ലാം കുഴക്കുന്നില്ലേ, അങ്ങനെ കുഴച്ചെടുക്കണം. വെള്ളം പാടില്ല. എന്നിട്ടായിട്ട് നല്ലതിങ്ങനെ ഉരുളാവുന്ന പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന പോലെ. ഇങ്ങനെ പറ്റാനൊന്നും കഴിയല്ല. അപ്പം കൈക്ക് നല്ലൊരു എന്താ പറയുന്ന നല്ലൊരു സോഫ്റ്റായിട്ട് നോക്കിയേ, കയ്യിലൊന്നും ആവാത്ത പോലെ. അപ്പോൾ ഇങ്ങനെ ആയിട്ട് നമ്മൾ എന്താക്കണോ, ഇതെല്ലാം കൂടിയിട്ട് ചെറിയ ബോൾസ് ആക്കണം. ഒരു നമ്മളെ എന്താ പറയുന്ന ഗോട്ടീൻ്റെ ആ ഒരു ഷേപ്പിൽ ചെറിയ ബോൾസ് ആക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് മൊത്തത്തിലൊന്ന് ഇങ്ങനെ ബോൾസാക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഈ ബോൾസാക്കിയ ഈനെല്ലാം നമ്മൾ എന്താക്കണം അറിയോ, ഒരു അച്ചിൽ ഇങ്ങനെ പരത്തിയെടുക്കണം. എന്നിട്ട് ഒരു തുണിയിൽ, കോട്ടൻ്റെ തുണിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കോഡ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടെടുക്കണം. എന്നിട്ടായിട്ടാണ് നമ്മൾ എന്താക്കുന്നറിയോ, ഫ്രൈ ആക്കുന്നത്. അപ്പോൾ കാച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുന്നത് ചോറ് ഇതാക്കുന്ന തിടുപ്പിൽ ഇങ്ങനെ ഇട്ടിട്ടായിട്ട് കൈ പൊള്ളുന്നതിന് ഇങ്ങനെ ആക്കിയിട്ട് ഇടുന്നതാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ അതിലും തിരിച്ചും മറിച്ചും ഇട്ടിട്ടാകുമ്പോൾ നല്ലൊരു എന്താ പറയുന്ന ഒരു മഞ്ഞ കളറാകുമ്പോൾ തന്നെ എടുക്കണം. അപ്പോൾ ഇത് എടുത്ത ശേഷമില്ലേ നല്ല കളറായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് മഞ്ഞാകുമ്പോൾ തന്നെ എടുക്കണം. എന്നിട്ട് എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ കളർ ചേഞ്ച് ആണ്. അപ്പോൾ കുറച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഈ കളറാകുമ്പോൾ എടുത്തെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കളറെല്ലാം നല്ല കണക്കാവും. അപ്പോൾ നമ്മളെ റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനെ ഞങ്ങൾ കാസർഗോട്ടാറ് എന്താ പറയുന്നത് ബാട്ടത്തിൽ നിന്ന്. അപ്പോൾ ഈ ബാട്ടത്തിൽ വെച്ചിട്ട് നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാം. എന്തെന്നറിയോ, ഇത് നമ്മളല്ലേ കിലോ കണക്കിന് തൂക്കിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ കിലോ കണക്കിന് കുറച്ചേ തൂങ്ങും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ഇല്ല, ഇപ്പോൾ 1/2 കിലോൻ്റെ തന്നെ ഒരു 2.5 കിലോനെല്ലാം പിന്നെ ഇത് ബാട്ടത്തിലുണ്ടാവും നമ്മൾ തൂക്കിയിട്ട് കൊടുക്കുന്നെങ്കിൽ. അപ്പോൾ നമുക്ക് നല്ല ലാഭം വരുന്നു. കുറച്ചാണ് നമുക്ക് മുതൽ വരുന്നത്, ബാക്കി ലാഭമെല്ലാം നല്ല വരുന്നു. മുതൽ കുറച്ചേ ആവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സെയിലാക്കാൻ നോക്കുക, നല്ല എളുപ്പത്തിൻ്റെ പണിയൊക്കും. പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവുക. ഇങ്ങനെ അച്ചിലമർത്തിയിട്ടെല്ലാം ഇടാനല്ലോ, ഇങ്ങനെ ബോൾസ് ആക്കിയിട്ടെല്ലാം വെക്കാനല്ലോ
അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിലേ എങ്ങനെ ഉണ്ടാക്കി വെക്കുക. അപ്പം നമുക്ക് സ്നാക്കായിട്ടെല്ലാം കഴിക്കാനല്ലോ ഇങ്ങനെ ഒരു 2-3 മാസമെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടെല്ലാം വെക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.